അതെ, നമ്മളിന്ന് കോടനാട് ആനയൊക്കെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആനകളെയൊക്കെ കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ മറിയമ്മേനെ എന്തായാലും നാട്ടിൽ വന്ന ആനയെ കാണിച്ചു കൊടുക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇനി പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ അവിടെ ഒരു സൂയിൽ പോയപ്പോൾ അവിടെ ഒരു ആനയൊന്നും ഉണ്ടായിരുന്നില്ല. മറിയമ്മയാണെങ്കിൽ ആന 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 എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ടോയോ എന്ത് കണ്ടാലും ആൾക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ആനേനെ. ഇതുവരെ നേരിട്ട് കണ്ടിട്ടുമില്ല ആനേനെ. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ ആകുമ്പോൾ ആന ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വന്നതാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകാൻ നല്ല എന്താ പറയുക, കാട് പോലെ, ഫുള്ളും കാട് പോലെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അവിടെ നമ്മുടെ ആന മാത്രമല്ല വേറെ കുറേ ആനിമൽസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കുറേ ആനിമൽസും ഉണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ആനയെ കാണാനായിട്ട്. അവരും ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്, ഈ കോടനാട് വരുന്നത്. കണ്ട നമ്മുടെ മാനൊക്കെ കണ്ടപ്പോഴേക്കും മറിയാമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ട്. ആനനെ കണ്ടപ്പോഴേക്കും എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. പിന്നെ അവിടുന്ന് പോരത്തില്ലായിരുന്നേ. ഈ ആനയൊക്കെ ആണെങ്കിലും ചെറിയ തോതിൽ പ്രശ്നക്കാരായിരുന്ന ആനകളായിരുന്നു കേട്ടോ ഇവരൊക്കെ. പക്ഷേങ്കിൽ അവരിങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് അവരെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പാപ്പാന്മാർ എന്താ പറയുക, ഒരു നമ്മുടെ ചന്ദ്രു എന്ന് പറഞ്ഞിട്ടൊരു ആനേനെ കാണാനായിട്ട് പോയിട്ടോ. അവനെ ആണെങ്കിൽ ഇച്ചിരി മാറ്റിയാണ് കെട്ടിയിരിക്കുന്നത്. കാരണം അവൻ ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു, കുറച്ചധികം പ്രശ്നക്കാരനായിരുന്നു. അവൻ വയനാട്ടിൽ നിന്ന് എങ്ങാണ്ട് അവനെ കൊണ്ടുവന്നാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചന്ദ്രുവിനെ കാണാൻ പോയപ്പോൾ ഭയങ്കര കൗതുകം. കാരണം അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ആന കുളിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ ആ പാപ്പാനാണെങ്കിൽ എത്ര നന്നായിട്ട് ആ ആനക്കുട്ടനെ കുളിപ്പിക്കുന്നത്. അതുമാത്രമല്ല ആ പാപ്പ പറയുന്നതെല്ലാം ഈ ആനക്കുട്ടൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ചെയ്യാൻ പറയുമ്പോൾ അങ്ങോട്ട് ചെരിയും, ഇങ്ങോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചെരിയും. അതൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്കും എനിക്കും എല്ലാവർക്കും ഭയങ്കര കൗതുകമായി പോയിട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് പോയിട്ടോ. നല്ല അനുസരണയോടുകൂടി ചെയ്തു. പിന്നെ ഞാൻ ആലോചിക്കും പാപ്പന്മാരെ സമ്മതിക്കണം കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ടല്ല അവർ നോക്കുന്നത്. അതുമാത്രമല്ല ഇതൊരു കാട് പോലത്തെ ഒരു സംഭവമാണ്. അവിടെ ഈ പാപ്പാൻ ആ വീട്ടിൽ താമസിക്കാമെന്ന് വെച്ചാൽ വീടല്ല, ചെറിയ ഷെഡ് പോലെ അവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. വളരെ കഷ്ടപ്പെട്ടാണല്ലോ ദൈവമേ. കാട്ടിൽ കൊതുകും എന്താ പറയുക അസ്വസ്ഥതകൾ തന്നെയാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എത്ര കഷ്ടപ്പെട്ടല്ല ഒരു ആനേനെ പാപ്പന്മാർ നോക്കുന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം അവരുടെ ഈ വർക്കിനെ. കാരണം അത്ര നന്നായിട്ട് അവർ ആ ആനയെ കുളിപ്പിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നിൽക്കുന്നത് കണ്ടോ, ഇപ്പം ഇങ്ങോട്ട് ചെരിയാൻ പറഞ്ഞപ്പോൾ പാപ്പൻ പറഞ്ഞു അതേപോലെ തന്നെ ആനക്കൊട്ടൻ ചിലപ്പോൾ പാപ്പൻ കൈയൊക്കെ ഒന്ന് പിടിച്ച് കൊടുക്കുക, ആനക്കൊട്ടൻ്റെ തലയൊന്ന് ഇടിച്ച് വീഴാതിരിക്കാനായിട്ട്. തലയിലൊക്കെ ഒന്ന് പിടിച്ച് അവനെ കിടത്തി കുളിപ്പിക്കാനായിട്ട്. നല്ല കഷ്ടപ്പാടാണ് ഒരു ആനയെ കുളിപ്പിക്കുക. നമ്മൾ കുളിക്കണ പോലെ ഒന്നുമല്ലല്ലോ, ആന വലിയൊരാളല്ലേ. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതേവിടെയൊക്കെ കണ്ടിട്ട് അവിടുന്ന് മറിയാമ്മ പോരത്തില്ലായിരുന്നേ. ഇനി അപ്പുറം പോയിട്ട് വേറെ ആനനെ കാണിച്ചു തരാം, വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ആകെ പോരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആനയുടെ കൂടെ. അങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ.